കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഷലോം. സുഖമായിരിക്കുന്നോ? നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പൊയ്ക്കളയുവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താൻ തന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നു. അവനോട്, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കാൻ ദൈവം നമ്മെ പക്ഷേ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. സുവിശേഷം അറിയിക്കുക എന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ യോന എന്താണ് ചെയ്തത്? അതിന് എതിരായിട്ട് തർശീശിലേക്ക് പോയി. അതാണ് അപകടം കൊണ്ടുവന്നത്. എത്ര വലിയ അപകടമാണ് ഉണ്ടാക്കിയതെന്നറിയാമോ? തന്റെ പ്രാണനത് അപകടം വരുത്തിവെച്ചു. തന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ പ്രാണനും ഭീഷണിയായി തീർന്നു. സഹോദര, നീ ഒരു ഭർത്താവാണോ? സഹോദരി, നീ ഒരു ഭാര്യയാണോ? അമ്മയാണോ? അപ്പനാണോ? നിന്റെ കുടുംബം നിന്നോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യുകയാണ്. എന്നാൽ മാതാവായ പിതാവായ നീ അരുതാത്ത പ്രവൃത്തികൾ ചെയ്താൽ കേൾക്കുക, നിന്റെ മക്കളുടെ ഭാവി നശിച്ചു പോകും. ഈ വാസ്തവത്തെ മറക്കരുത്. യോന തന്റെ ജീവിതത്തിലുണ്ടായ അനുസരണക്കേട് നിമിത്തമായി അപകടം വരുത്തിവെച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വായിക്കുകയാണ് 4-ാം വാക്യം. യഹോവ കടലിൽ വലിയൊരു പെരുങ്കാറ്റടിപ്പിച്ചു. അപ്പോൾ കപ്പൽ തകരാൻ പോവുകയാണ്. അങ്ങനെ തകരാൻ പോകുന്ന അവസ്ഥയ്ക്ക് കാരണം എന്താണ്? പറയുക. തകരാൻ പോകുന്നതിൻ്റെ കാരണം എന്താണ്? വലിയ കൊടുംകാറ്റ്. ഇപ്പോഴാ കപ്പൽ തകർന്നു പോകാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും? വലിയ കാറ്റടിച്ചു ബ്രദർ, അതുകൊണ്ടാണ് മുങ്ങാൻ തുടങ്ങിയത്. ഒരിക്കലും അല്ല. വലിയ കാറ്റ് വന്നതല്ല. പിന്നെ എന്താണ്? വലിയ കാറ്റ് ദൈവം തന്നെയാണ് അയച്ചത്. മനസ്സിലായോ? ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ബ്രദർ, മുങ്ങാൻ പോവുകയാണ്. എന്തിനാണ് മുങ്ങിപ്പോകുന്നത്? കടബാധ്യതയിൽ മുങ്ങിപ്പോയി ബ്രദർ, കഷ്ടതയിൽ മുങ്ങിപ്പോകുന്നു ബ്രദർ, നഷ്ടത്തിൽ മുങ്ങിപ്പോവുകയാണ് ബ്രദർ, നിരാശയിൽ ആകുലതയിൽ മുങ്ങിപ്പോവുകയാണ് ബ്രദർ, ജോലിയില്ലായ്മയിൽ മുങ്ങിപ്പോവുകയാണ്. പ്രിയ സഹോദരൻ, ഏതൊരു വിഷയത്തിൽ നീ ഇന്ന് മുങ്ങിപ്പോവുകയാണെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ കാരണം എന്റെ ബോസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ടാണ് കടത്തിൽ മുങ്ങിയത് എന്ന് നീ പറയുന്നു. നീ നിന്റെ ബോസിനെ വഴക്ക് പറയുന്നു. എന്നാൽ കേൾക്കുക, നീ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ദൈവം തന്നെ നിന്റെ ജോലി ഇല്ലാതാക്കി കളഞ്ഞത്. ആ മരുന്ന് ഞാൻ ഉപയോഗിച്ചു ബ്രദർ, അതിന്റെ റിയാക്ഷൻ എനിക്കുണ്ടായി, അതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്. എന്നാൽ ആ റിയാക്ഷൻ നിനക്കങ്ങനെ ഉണ്ടായതല്ല. ദൈവം നിനക്ക് നൽകിയതായ ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആരാധിക്കേണ്ടവനായ നീ, കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കേണ്ടവനായ നീ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് നിന്റെ ശരീരത്തെ ദൈവം രോഗം കൊണ്ട് മുട്ടിയത്. ഇന്ന് പ്രശ്നത്തിന്റെ നടുവിൽ കൂടി കടന്നുപോകുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുക. നീ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതുകൊണ്ട്, നീ അങ്ങനെ അകന്നു പോകുന്നത് ദൈവം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, നിന്നെ തന്റെ അടുക്കലേക്ക് ആകർഷിക്കുവാൻ, നിന്നെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഒരു വലിയ കൊടുംകാറ്റിനെ അനുവദിച്ചതാകാം. വലിയൊരു അപകടത്തെ അനുവദിച്ചതാണ്. ഒരു നിമിഷം ചിന്തിക്കുക. ഇന്ന് ഏത് പ്രശ്നമാണോ നിന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അന്ന് വലിയ കൊടുങ്കാറ്റ് ആ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാവരുടെയും സ്വസ്ഥത കെടുത്തി. അതിന്റെ കാരണം അനുസരണക്കേടായിരുന്നു. അനുസരണക്കേട് ആപത്ത് കൊണ്ടുവന്നു. പാപം അപകടത്തെ വരുത്തിവെച്ചു. അതുകൊണ്ട് പറയുകയാണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ
ഏതെങ്കിലും ആപത്താകട്ടെ, ഏതെങ്കിലും അനർത്ഥമാകട്ടെ, ഏതെങ്കിലും ഒരു കഷ്ടതയോ ഏതെങ്കിലും ഒരു നഷ്ടമോ നീ നനയ്ക്കാത്ത നേരത്ത് കടന്നു വന്നു എന്നിരിക്കട്ടെ, ഒരു നിമിഷം നിന്നെ പരിശോധിക്കുക. ഭക്തനായ ദാവീദ് 139 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ. അവസാനത്തെ 2 വാക്യങ്ങൾ 139 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചുകൊണ്ട് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ളതായ മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. ശ്രദ്ധിക്കുക, എന്താണ് പറയുന്നത്? എന്നെ പരിശോധിക്കണമേ, എൻ്റെ നിലവുകളെ അറിയണമേ, എൻ്റെ പ്രവൃത്തികളെ, എൻ്റെ ആലോചനകളെ നീ ഒന്ന് പരിശോധിക്കണമേ. നിന്നെ വിഷമിപ്പിക്കുന്നത്, നിനക്ക് ബുദ്ധിമുട്ടായ ഏതെങ്കിലും പ്രവൃത്തിയോ ചിന്തകളോ എന്നിലുണ്ടോ എന്ന് നോക്കണമേ, പരിശോധിക്കണമേ. ഇന്ന് നിശ്ചയമായിട്ടും നമ്മെ തന്നെ നമ്മൾ ശോധന ചെയ്യണം, പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. വിശുദ്ധിയുള്ള ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യണം. എന്നാൽ അങ്ങനെയല്ലാതെ നീ ചിന്തിക്കുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, ജന്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ, മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും ആരാധനയ്ക്ക് പോകുന്നവനാണല്ലോ, ദൈവവേലയിൽ ഞാൻ ഭാഗവാക്കാകുന്നുണ്ടല്ലോ, ദശാംശം കൊടുക്കുന്നുണ്ടല്ലോ, പാട്ടുകൾ പാടുന്നുണ്ടല്ലോ, സുവിശേഷത്തെ ദാനം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്തു ചെയ്താലും ദൈവം വിചാരിക്കും സാരമില്ല, ദൈവവേലയൊക്കെ ചെയ്യുന്നവനാണല്ലോ, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വെറുതെ വിടുമെന്നാണോ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ യോനയും വെറുതെ വിടണമായിരുന്നുവല്ലോ. യോന പ്രവാചകനായിരുന്നല്ലോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ, ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണല്ലോ. അങ്ങനെയുള്ള യോന അനുസരണക്കേട് കാട്ടിയപ്പോൾ എന്താണ് അനുസരണക്കേട്? അവൻ വ്യഭിചാരം ചെയ്തോ, അവൻ മോഷണം നടത്തിയോ, കൊലപാതകം ചെയ്തോ? എന്താണ് അനുസരണക്കേട് പറയുക? എന്താണ് അവൻ അനുസരണക്കേട് കാട്ടിയത്? ഒരു സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞു, നമ്മുടെ സഹോദരൻ മറ്റൊരിടത്തേക്ക് പോയി. അതൊരു ഗുരുതരമായ തെറ്റാണോ? പറയൂ. ഒരിടത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മറ്റൊരിടത്തേക്ക് പോയി, അതൊന്ന് വലിയൊരു തെറ്റാണോ? അതിലെന്താണ് ബ്രദർ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ കൽപ്പന ലംഘനമാണ്, പാപം. എല്ലാ പഴങ്ങളും ഭക്ഷിക്കുക, ഒരു പഴം മാത്രം ഭക്ഷിക്കരുത്, ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ അവർ അത് ഭക്ഷിച്ചു. എന്താണ് സംഭവിച്ചത്? മരണമുണ്ടായി. അവർക്ക് 2 പേർക്ക് മാത്രമാണോ ഉണ്ടായത്? അതോ അവരിൽ കൂടി ജനിച്ച സകലർക്കും ഉണ്ടായോ? മനസ്സിലായില്ലേ? നിനക്കത് വലിയൊരു തെറ്റായിട്ട് തോന്നുകയില്ലായിരിക്കും. എന്നാൽ കൽപ്പന കൊടുത്ത ദൈവത്തിന് കൽപ്പന ലംഘനമെന്നത് വലിയ ഒരു പാപമാണ്. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. മറക്കരുത്. അന്ന് യോന കപ്പലിന്റെ അടിത്തട്ടിൽ ചെന്നിട്ട് അവിടെ സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും ആഞ്ഞടിക്കുമ്പോൾ, കപ്പൽ പ്രമാണിയും കപ്പലിൽ യാത്ര ചെയ്യുന്ന സകല വ്യക്തികളും ഭയന്ന് വിറച്ചുകൊണ്ട്, ആ കാലത്ത് ഇന്നുള്ളതുപോലെയുള്ള ടെക്നോളജികൾ ഇല്ല. രക്ഷാബോട്ടുകളോ ലൈഫ് ബോട്ടുകളോ വളരെ പെട്ടെന്ന് തന്നെ വാർത്തകൾ പാസ് ചെയ്യുവാൻ കഴിയുന്നതായ ടെക്നോളജിയോ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. സമുദ്രത്തിൽ വെച്ച് കപ്പൽ ഒരുപക്ഷെ മുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല. അന്ന് യോന ചെയ്തതായ അനുസരണക്കേട് കൊണ്ട് അന്ന് കപ്പലിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അപകടം വരുത്തിവെക്കുവാനിടയായി. പാപം എന്താണ് ചെയ്യുന്നത്? ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്നു. പാപം എന്തു ചെയ്യുന്നതെന്നറിയാമോ? ജീവിക്കുന്നത് തന്നെ വേസ്റ്റ് എന്ന രീതിയിൽ നിന്നെക്കൊണ്ട് ചിന്തിപ്പിക്കും. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ബ്രദർ, ഞാൻ ജീവിക്കുന്നുണ്ട്, എന്നാൽ വേസ്റ്റായ ഒരു ജീവിതമാണ് എൻ്റേത്. എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ശീലങ്ങളാണ് എനിക്കുള്ളത്. എൻ്റെ വിദ്യാഭ്യാസം നശിച്ചുപോയി, എൻ്റെ ആരോഗ്യം നശിച്ചുപോയി ബ്രദർ. മാതാപിതാക്കളോടുള്ളതായ നല്ല ബന്ധം നഷ്ടമായിരിക്കുന്നു ബ്രദർ. എൻ്റെ ഭാവി നശിച്ചിരിക്കുന്നു, എൻ്റെ കരിയർ നശിച്ചിരിക്കുന്നു ബ്രദർ. ഇന്നെന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, ഈയൊരു അവസ്ഥ ഉണ്ടായതിൻ്റെ കാരണം എന്താണ്? നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചതുകൊണ്ടല്ലേ? ദൈവം ഉണ്ടെന്നറിഞ്ഞിട്ടും നിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് ഇടം കൊടുക്കാതെ ജീവിച്ചതുകൊണ്ടല്ലേ? അതാണ് പറയുന്നത്. പ്രിയ സഹോദരാ സഹോദരി, വിശുദ്ധി നിറഞ്ഞതായ ജീവിതം ബലഹീനനെ ബലവാനാക്കി മാറ്റും. എന്നാൽ പാപം
ബലവാനെ ബലഹീനനാക്കി മാറ്റും. ശിംശോൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് പറയുക 1000 പേരെ കൊന്നൊടുക്കുവാനിടയായി. എന്നാൽ ഒരു പെൺകുട്ടിയുടെ ആകർഷണത്തിൽപ്പെട്ട് തൻ്റെ ജീവിതത്തെ ബലിയാക്കാനിടയായി. പാപം എന്തു ചെയ്തു? ബൈബിളിൽ കാണുന്നവരിൽ ഏറ്റവും ബലവാനായ മനുഷ്യനാരാണ്? ശിംശോൻ. എന്താണ് സംഭവിച്ചത്? ബലിയാടായി മാറി. കാരണം തൻ്റെ പാപം നിമിത്തമാണ്. ശരി, മോശ തൻ്റെ കയ്യിലിരുന്നതായ വടിയെടുത്തിട്ട് സമുദ്രത്തിലേക്ക് അടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സമുദ്രം രണ്ടായി മാറിപ്പോകാനിടയായി. എന്നാൽ ഒരു ദിവസം കോപിച്ചുകൊണ്ട് നീ ആ പാറയോട് സംസാരിക്കുക, ജനത്തിന് വെള്ളമില്ല, കുടിക്കുവാൻ വെള്ളമില്ലാതെ അവർ ബഹളമുണ്ടാക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, ഇവർക്ക് വെള്ളമില്ലാതെ ബഹളമുണ്ടാക്കുകയാണ്, ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് ഇവർക്ക് വെള്ളം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുമായിട്ട് നീ പോയി പാറയോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ ആവേശത്തോടുകൂടി ദ്രോഹികളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാറയെ അടിച്ചു. ദൈവം എന്താണ് പറഞ്ഞത്? സംസാരിക്കാൻ. താൻ എന്താണ് ചെയ്തത്? പാറയെ അടിച്ചു. എന്നാൽ വാഗ്ദത്ത ദേശത്ത് പോകാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അതേ വടികൊണ്ട് തന്നെ അടിച്ച സമയത്ത് ചെങ്കടൽ രണ്ടായിട്ട് വേർപിരിയുവാൻ ഇടയായി. എന്നാൽ ദൈവം സംസാരിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അതേ വടികൊണ്ട് തന്നെ ആ പാറയെ അടിച്ചപ്പോൾ വാഗ്ദത്ത ദേശം നഷ്ടമാക്കി. ദാവീദ് ഗോലിയാത്തിനെ എന്തുകൊണ്ടാണ് കൊന്നത് പറയുക? കവണയിൽ കല്ല് വെച്ചുകൊണ്ട് കറക്കി ഒറ്റയേറെറിഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ രാജ്യത്തെ മുഴുവനും രക്ഷിക്കുവാനും ഇടയായി. ഒരു ദിവസം മാളികയുടെ മുകളിൽ കൂടി നടക്കുന്ന സമയത്ത് തലതിരിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ തൻ്റെ തല തിരിച്ചാൽ മതിയായിരുന്നു. എന്താണ്? തലയൊന്ന് തിരിച്ചാൽ മാത്രം മതി. ആരോ കുളിക്കുന്നത്, നമ്മളെന്തിനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. ആരെയാണ് അവൻ കൊന്നുകളഞ്ഞത്? പറയുക, ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞവനാണ്. എന്നാൽ എന്തു ചെയ്യാൻ കഴിയുന്നില്ല, തലതിരിയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ചിലർക്ക് കഴുത്ത് തിരിക്കാൻ കഴിയില്ല, അങ്ങനെ തന്നെ നോക്കിയിരിക്കും. നീ ഓഫീസിൽ വന്ന ഉടൻ തന്നെ തൻ്റെ കണ്ണട ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു. ആവശ്യമാണോ? അതാണ് പറയുന്നത്. പാപം ബലവാന്മാരെ എന്തു ചെയ്യുന്നു? ബലഹീനരാക്കി മാറ്റുന്നു. എന്നാൽ വിശുദ്ധിയുള്ള ജീവിതം ബലഹീനരെ എന്താക്കി മാറ്റുന്നു? ബലവാന്മാരാക്കി മാറ്റുന്നു. ഇന്നൊരു പക്ഷേ നീയൊരു ബലഹീനനായ വ്യക്തിയാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ബലവാനാക്കി മാറ്റുവാൻ ഇടയാകും. എന്നാൽ അങ്ങനെയല്ലാതെ നിന്റെ പാപം നിറഞ്ഞതായ ശീലങ്ങൾ നിമിത്തമായോ അല്ലെങ്കിൽ പിശാചു കൊണ്ടുവരുന്നതായ ആലോചനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര ബലവാനാണെങ്കിലും ശരി, ബലഹീനനായിട്ട് മാറും. അവസാനം യോനയുടെ ജീവന് ഭീഷണിയായി. അവർ കുറിയിട്ടപ്പോൾ യോനയുടെ പേര് ലഭിക്കുന്നു. നമുക്കതറിയാവുന്നതാണ്. അന്ന് എല്ലാവരും അവരവരുടെ ദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ ആർക്കാണ് പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്നത് പറയുക? യഥാർത്ഥത്തിൽ ആരാണ് ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കപ്പൽ തകരാൻ പോകുന്ന സമയത്ത് യഥാർത്ഥമായും ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടവൻ ആരാണ്? യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടവൻ പറയുക. യോനയാണ് ചെയ്യേണ്ടത്. എന്നാൽ യോന എന്തു ചെയ്യുകയാണ്? കിടന്നുറങ്ങുന്നു. പ്രിയ സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ വീട്ടിലെ യജമാനനാകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നീയാണ്. വീടിൻ്റെ വിളക്കായിരിക്കുന്നവളായ, കുടുംബത്തെ പണിയേണ്ടവളായിരിക്കുന്ന നീയാണ്. കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, ഞെരുക്കമുണ്ടാകുമ്പോൾ, പെട്ടെന്ന് നിന്റെ കുടുംബജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നീ മുൻപോട്ട് പോകും? എങ്ങനെ സീരിയൽ കണ്ടുകൊണ്ട് മൗനമായിരിക്കും? എങ്ങനെ സെൽഫോൺ നോക്കിക്കൊണ്ട് ടൈം പാസ് ചെയ്യും? ആ ദിവസം യോന എല്ലാവരേക്കാളും മുൻപിൽ പ്രാർത്ഥന ചെയ്യേണ്ടിയിരുന്നവനായ യോന പോയിക്കിടന്ന് സുഖമായി ഉറങ്ങുമ്പോൾ കപ്പൽ പ്രമാണി കണ്ടുകൊണ്ട് പറയുകയാണ്, എടാ ഉറക്കം തൂങ്ങി, എന്താണ് ഈ കാണിക്കുന്നത്? ശാസിക്കുകയാണ്. ആരെയാണ്? ഒരു പ്രവാചകനെ. എന്താണ് പറയുന്നത്? നീ പ്രാർത്ഥിക്കൂ. ഒരു അന്യമനുഷ്യൻ ഒരു ആത്മീയന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്.
നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇപ്പോൾ കിടന്നുറങ്ങുന്നുവോ? എഴുന്നേൽക്ക്, അപകടം വന്നിരിക്കുന്നു, മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മുന്നറിയിപ്പ് ആവശ്യമാണോ അല്ലെന്നാണോ പറയുന്നത്? കാൽവരി ടെമ്പിളിൽ നിങ്ങൾ എപ്പോൾ വന്നാലും മുന്നറിയിപ്പുകൾ കേൾക്കാനിടയാകും. റോഡിൽ കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫയർ എഞ്ചിനുകൾ പോകുന്നത്, ആംബുലൻസുകൾ പോകുന്നത്, പോലീസ് കാറുകൾ പോകുന്നത്. ആ പോലീസ് കാറുകളാകട്ടെ, ആംബുലൻസുകളാകട്ടെ, അല്ലെങ്കിൽ ഫയർ എഞ്ചിനുകൾ ആകട്ടെ, ഇത് പോകുന്ന സമയത്ത് നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ടാണോ പോകുന്നത്? പറയൂ. നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഗിറ്റാറിൻ്റെ സോങ്ങൊക്കെ വെച്ചുകൊണ്ടാണോ, ആ സൗണ്ട് വെച്ചുകൊണ്ടാണോ അവർ പോകുന്നത്? അല്ല. പിന്നെ എങ്ങനെയുള്ള ശബ്ദമാണ് വരുന്നത്? സൈറണിൻ്റെ ശബ്ദമാണ് ഉണ്ടാകുന്നത്. നമ്മൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫയർ എഞ്ചിൻ കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കുവാൻ കഴിയും എവിടെയോ എന്തോ ആപത്ത് നേരിട്ടിരിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ പോലീസുകാർ അലാറം വെച്ച് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആംബുലൻസുകൾ അലാറം വെച്ച് പോകുമ്പോൾ അറിയാൻ കഴിയും ഏതോ ഒരു ആപത്ത് എവിടെയോ ഉണ്ടായിരിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥമെന്താണ്? മുന്നറിയിപ്പ് എന്നത് വളരെ വ്യക്തമായിരിക്കണം. കൽവരി ടെമ്പിളിലേക്ക് വരുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ സൈറനെ പോലെ വ്യക്തമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പോടുകൂടിയ സന്ദേശങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. അന്ന് ഒരു മുന്നറിയിപ്പ് ഒരു ക്യാപ്റ്റൻ ഒരു അവിശ്വാസി കൊടുക്കുകയാണ്. എടാ, ഉറക്കം തൂങ്ങി, എഴുന്നേൽക്കാം. ഒരുപക്ഷെ ദൈവം ഇന്ന് ആ മുന്നറിയിപ്പ് നിനക്കും നൽകിക്കൊണ്ടിരിക്കുകയാകാം. നിന്റെ കുടുംബത്തിൽ മുഴുവനും പ്രശ്നങ്ങളാണ്. ആരോഗ്യം നശിച്ചു പോകുകയാണ്. മക്കളുടെ ഭാവി ചോദ്യചിഹ്നമായിരിക്കുന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടേയിരിക്കുന്നു. പ്രായം കൂടിക്കൂടി വരുന്നു, മക്കളുടെ വിവാഹം നടക്കുന്നില്ല. എങ്ങനെ സ്വസ്ഥമായിരിക്കാൻ കഴിയും? സമാധാനത്തോടെ ഇരിക്കാം? എങ്ങനെ സീരിയലും സിനിമയുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും? ഉറക്കം തൂങ്ങി, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എന്തിനാണ്? നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങൾ ചെയ്യാനിടയാകും. എന്നാൽ നീ പ്രാർത്ഥിക്കാതെ, കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കാതെ, കർത്താവിനോട് നീ അപേക്ഷിക്കാതെ, ഇന്ന് നിനക്കുണ്ടായിരിക്കുന്ന കഷ്ടതയാകട്ടെ, കണ്ണുനീരാകട്ടെ, അതിൻ്റെ കാരണങ്ങളായിരിക്കുന്ന വിഷയങ്ങളാകട്ടെ, അത് നിന്നെ വിട്ട് മാറിപ്പോവുകയേ ഇല്ല. അന്നവസാനം അന്യനായ വിശ്വാസി വന്ന് ആത്മീയന് ഉപദേശം കൊടുക്കുകയാണ്. നിനക്ക് ബുദ്ധിയില്ലേ? എല്ലാവരുടെയും ജീവിതം അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ നീ കിടന്നുറങ്ങുകയാണോ? ഈ അപകടം ഉണ്ടാകുവാനുള്ള കാരണക്കാരൻ ആരാണ്? ഈ കിടന്നുറങ്ങുന്നവനാണ്. കേൾക്കുന്നുണ്ടോ? ഉറങ്ങുന്നവൻ തന്നെയാണ് കാരണക്കാരൻ. ഭാര്യ കഷ്ടപ്പെടുന്നുണ്ട്, മക്കൾ കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ഇയാൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ആ വീട്ടിലുണ്ടാകുന്ന കഷ്ടതകൾക്ക് കാരണക്കാരൻ ആരാണ്? കൂർക്കം വലിച്ചുറങ്ങുന്ന ഭർത്താവല്ലേ? അല്ലെങ്കിൽ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ടാകാം, മക്കൾ കഷ്ടപ്പെടുന്നുണ്ടാകാം. ഭാര്യ 7 എഴുന്നേൽക്കില്ല, 8 എഴുന്നേൽക്കില്ല, 9 എഴുന്നേൽക്കില്ല. വീട്ടിൽ കഷ്ടതയുണ്ടാകുന്നതിൻ്റെ കാരണം ആരാണ്? പറയൂ. നിങ്ങൾ പറയില്ല. നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയില്ല. വീട്ടിലെ കഷ്ടതയ്ക്ക് കാരണം ആരാണ്? ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ, കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ വീട്ടിലത് കഷ്ടതയെ കൊണ്ടുവരും. അവസാനം യോനയെ അവർ എന്തു ചെയ്തു? ആഴക്കടലിലേക്ക് എടുത്തെറിയാനിടയായി. അപ്പോഴാണ് കപ്പല് മുങ്ങാൻ തുടങ്ങുന്ന അവസ്ഥയ്ക്ക്, കൊടുങ്കാറ്റിന്റെ സാഹചര്യത്തിന് മാറ്റമുണ്ടായത്. അവസാനം സമുദ്രത്തിൽ അവനെ എടുത്തെറിഞ്ഞു. സമുദ്രം ശാന്തമായി. എന്നാൽ യോന പറഞ്ഞ ഒരു നല്ല വാക്കെന്താണെന്ന് വെച്ചാൽ, ഈ കഷ്ടതയ്ക്ക് മുഴുവനും കാരണം, ഈ പ്രശ്നത്തിന് കാരണം, ഈ അപകടത്തിന് കാരണം അനുസരണക്കേട് കാണിച്ച ഞാനാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഇനിയും നിന്നാൽ ഈ അപകടം ഉണ്ടാകാനിടയാകും. അതുകൊണ്ട് എന്നെ സമുദ്രത്തിലിടുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാരണം നിങ്ങൾ ശിക്ഷിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ശിക്ഷ എന്തായാലും ഞാൻ തന്നെ സഹിക്കാം. ഞാൻ കാരണം നിങ്ങളിതിന് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തവൻ ഞാനല്ലേ? അതുകൊണ്ട് ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കാം. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കുക. എപ്പോഴാണോ താൻ ശിക്ഷിക്കപ്പെട്ടിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുവാനായി ആഗ്രഹിച്ചത്, അതാണ് ദൈവം കണ്ടത്. യോനാ, നിന്റെ ജീവനെ പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ നീ ആഗ്രഹിച്ചുവല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രാണനെ ഞാൻ പണയം വെച്ചുകൊണ്ട്
മനുഷ്യനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ രക്ഷയുടെ സുവിശേഷമില്ലേ, അത് നീ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? യോനയെ സമുദ്രത്തിന്റെ ആഴത്തിൽ വെച്ച് തന്നെ ഒരു മത്സ്യത്തോട് കൽപ്പിച്ച് യോനെ വിഴുങ്ങുവാനിടയാക്കി. ആ മത്സ്യം എന്താണ് ചെയ്തത്? യോനെ കരയിൽ കൊണ്ട് ഛർദ്ദിക്കാനിടയായി. യോന നോക്കുമ്പോൾ നിനവേ പട്ടണം 15 കിലോമീറ്റർ ദൂരത്തായുണ്ട്. കരയിൽ വന്നപ്പോഴൊരു ബോർഡ് കാണുകയാണ്. മയിൽക്കുറ്റി കണ്ടുവെന്ന് നമുക്ക് വിചാരിക്കാം. അവൻ നേരെ കടന്നു പോകാനിടയായി. സുവിശേഷം അറിയിക്കേണ്ടതിനു വേണ്ടി നിനവേ പട്ടണത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവിടെ പൂർണ്ണമായും സുവിശേഷം പറയുന്നതിന് മുൻപ് തന്നെ ഭരിക്കുന്ന മനുഷ്യൻ മുതൽ സാധാരണക്കാർ വരെയും പട്ടിണി കിടന്ന് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനിടയായപ്പോൾ അവരോടെല്ലാം കർത്താവ് ക്ഷമിക്കുവാനിടയായി. അന്ന് യോന പ്രവാചകൻ അവിടെ ചെന്ന് മുന്നറിയിപ്പോടുകൂടി അറിയിച്ച സുവിശേഷം പട്ടണത്തെ മുഴുവനും മാറ്റിമറിച്ചു. ഇത്ര ശ്രേഷ്ഠമായ വേല ചെയ്യുവാൻ യോനയെ വിളിച്ചപ്പോൾ യോന എന്താണ് പറഞ്ഞത്? ഞാൻ പോകില്ല. അനുസരണക്കേട് കാട്ടാനിടയായി. പ്രിയമകനെ, മകളെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ പദ്ധതികളുണ്ട്, ഉന്നതമായ ഉദ്ദേശങ്ങളുണ്ട്. അവന്റെ വാക്കുകൾ കേട്ടാൽ മതി, അവനെ അനുസരിച്ചാൽ മതി. ദൈവം നിന്നിൽ കൂടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപാകെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഉന്നതമായ നിലയിൽ ഉയർത്തുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. അനുസരണക്കേട് കാട്ടിയവൻ തന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അപകടകാരിയായി മാറി. അനുസരണം കാണിച്ചവനോ തന്റെ ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി മാറി. പ്രിയ മകനെ, മകളെ, ഇന്നെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തോട് അനുസരണം കാട്ടാമോ? എന്തിനെന്നറിയാമോ? ദൈവം നിന്നിൽ കൂടി നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ, നിന്റെ വംശത്തെ അനുഗ്രഹിക്കുവാനായി പോവുകയാണ്. അവരെ നിന്നിൽ കൂടി രക്ഷയിലേക്ക് നടത്താൻ പോകുന്നു. അറിയാവുന്ന സത്യത്തെ മറച്ചു വയ്ക്കരുത്. യോനെപ്പോലെ വായ് തുറന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. മതപ്രചാരണം നടത്തേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ അങ്ങനെ മാറ്റേണ്ട കാര്യങ്ങളില്ല. നശിച്ചുപോയതായ നിന്റെ ജീവിതത്തെ കർത്താവ് എങ്ങനെ നന്നാക്കിയെടുത്തുവെന്ന് മറ്റുള്ള ആളുകളോട് പറയുക. അവരും വിടുവിക്കപ്പെടും. എല്ലാവരും വിടുവിക്കപ്പെട്ടാൽ നമ്മുടെ ദേശം അത്ഭുതകരമാകും. അതിനുള്ള കൃപ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. വരൂ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി കർത്താവ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതോർത്ത് സ്തുതിക്കുന്നു. കൽപ്പനാലംഘനം പാപമാണ്. കർത്താവേ, ഏതാണോ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അരുത് എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. എന്ത് ചെയ്യുവാൻ പാടില്ല, എന്തിനെ പിന്തുടരുവാൻ പാടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അതിനെ ഞങ്ങൾ പിന്തുടരുവാനും പാടില്ല. കർത്താവേ, വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ ബലഹീനനായവൻ ബലവാനായിട്ട് മാറും. എന്നാൽ വിശുദ്ധി നഷ്ടമാക്കിയാൽ ബലവാനും ബലഹീനനായി മാറും. കർത്താവേ, പാപം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുവാൻ കഴിയുന്നവനായവൻ ഈ ലോകത്തിൽ ഒരുവൻ പോലുമില്ല. ഞങ്ങൾക്കെങ്ങനെ പിന്നെ രക്ഷപ്പെടാൻ കഴിയും? അതുകൊണ്ട് കർത്താവേ, ഉള്ളതുപോലെ തന്നെ ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ. എവിടെയാണോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളത്, എവിടെയാണോ പാപമുണ്ടാകാനിടയായത്, ആ സ്ഥിതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.